ഇമാജിൻ ദിസ്, ഒരു ഡയറക്ടർ കരിയറിലെ തേർഡ് മൂവി ചെയ്യുന്നു. ആ മൂവിക്ക് ഓസ്കാർ നോമിനേഷൻസ് കിട്ടുന്നു, അതും 6 ലോകം മുഴുവൻ പുള്ളിനെ ജീനിയസ് എന്ന് വിളിക്കുന്നു. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതേ ഡയറക്ടറിനെ ഹോളിവുഡിലെ ഏറ്റവും ഓവർ റേറ്റഡ് ഡയറക്ടർ എന്ന് വിളിക്കുന്നു. എ റോളർ കോസ്റ്റർ കരിയർ. ദാറ്റ്സ് ദ സ്റ്റോറി ഓഫ് മനോജ് നൈറ്റ് ശ്യാമളൻ. ഫുൾ നെയിം മനോജ് നെല്ലിയാട്ട് ശ്യാമളൻ എന്നാണ്. ഫാദർ ഫ്രം കേരള, മദർ ഫ്രം തമിഴ്നാടു. മാഹിയിൽ ജനിച്ചു. പിന്നെ ഫാമിലിയായിട്ട് US മൈഗ്രേറ്റ് ചെയ്തു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ചൈൽഡ്ഹുഡ് മുതലേ സിനിമ ഭയങ്കര ഒബ്സഷനായിരുന്നു. 17 വയസ്സായപ്പോഴേക്കിനും പുള്ളി 45ഓളം ഹോം മെയ്ഡ് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഫിലിമോഗ്രാഫിനെ കുറിച്ചാണ് അന്ന് സംസാരിക്കാനുള്ളത്. പ്രേം വിത്ത് ആങ്കർ 1992. ഇതാണ് പുള്ളിയുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിം. ആക്ച്വലി പുള്ളി ഇതിൽ ആക്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യയുടെ അമേരിക്കയുടെ ഇടയിൽ ഐഡൻറ്റിറ്റി സെർച്ച് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. വൈഡ് അവേക്ക് 1998. ഒരു ചെറുപ്പക്കാരൻ ദൈവത്തിനെ കണ്ടെത്താൻ നടത്തുന്ന ഒരു ഇമോഷണൽ ജേണി. ഫാമിലി ഓഡിയൻസിനൊക്കെ ടാർഗറ്റ് ചെയ്തൊരു ചെറിയ പടം. അതും കൊമേഴ്ഷ്യൽ സക്സസ് ആയില്ല. മനോജ് നൈറ്റ് ശ്യാമളൻ്റെ ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് അവിടെ ഓൾറെഡി കാണാൻ പറ്റും. ദ സിക്സ്ത് സെൻസ് 1999. ബ്രൂസ് വില്ലീസിൻ്റെ കരിയറിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള റോൾ. ഹെയ്ലി ജോയൽ ഓസ്മെൻറ്റിൻ്റെ പെർഫോമൻസ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ട്വിസ്റ്റ് എൻഡിങ്സ് എവർ. റിലീസായപ്പോൾ ലോകം മുഴുവൻ ഞെട്ടി. ബോക്സ് ഓഫീസ് ഹിറ്റ്, ക്രിറ്റിക്സ് ഹിറ്റ്. 6 ഓസ്കാർ നോമിനേഷൻ കിട്ടി. ബെസ്റ്റ് പിക്ചർ, ഡയറക്ടർ, സപ്പോർട്ടിംഗ് ആക്ടർ, സപ്പോർട്ടിംഗ് ആക്ട്രസ്, എഡിറ്റിംഗ്, സ്ക്രീൻ പ്ലേ. ഒരു ഓവർനൈറ്റിൽ മനോജ് നൈറ്റ് ശ്യാമളൻ ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ഡയറക്ടറായി. പിന്നെ പുള്ളിയുടെ അടുത്ത പടം അൺബ്രേക്കബിൾ. ബ്രൂസ് വില്ലീസും സാമുവൽ എൽ ജാക്സണും. ഈ മാർവൽ യൂണിവേഴ്സ് പോപ്പുലർ ആവുന്നതിന് മുമ്പേ വന്നൊരു സൂപ്പർ ഹീറോ മൂവി. പക്ഷേ ഇതൊരു ആക്ഷൻ പടമല്ല, സൂപ്പർ ഹീറോ മിത്തിനെ റിയലിസ്റ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത പടമായിരുന്നു. സയൻസ് 2002. മെൽ ഗിബ്സൺ ലീഡ് റോൾ. ഏലിയൻസിനെ കുറിച്ചുള്ളൊരു സ്റ്റോറി ആയിരുന്നു. പക്ഷേ ആക്ച്വലി ഇതൊരു ഫെയ്ത്തിനെ കുറിച്ചുള്ള സിനിമയാണ്. ഹൊറർ കുറവാണ്, ഭയങ്കര ടെൻഷൻ ബിൽഡിംഗ് ആയിരുന്നു. പിന്നെ അടുത്ത മൂവി ദ വില്ലേജ്. ഹോക്കിൻ ഫിനിക്സ്, ബ്രൈസ് ഡെല്ലാസ് ഹൊവാർഡ്. ഒരു ബ്യൂട്ടിഫുള്ളി ഷോർട്ട് മൂവിയാണ്. അതിൻ്റെ റിലീസിൻ്റെ സമയത്ത് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് കുറച്ചും കൂടി അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കരിയറിലൊരു റഫ് പേസ് ആയിരുന്നു. അടുത്ത പടം ലേഡി ഇൻ ദ വാട്ടർ 2006. ഒരു ഫാൻറ്റസി ഫെയർ ടെയിൽ ഫീലുള്ളൊരു സിനിമയായിരുന്നു. ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന് അതിനൊരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. പിന്നെ ഹാപ്പനിങ് 2008. നേച്ചർ ഇറ്റ് സെൽഫ് ടേൺസ് ഇൻ ടു ഹ്യൂമൻസ്. അതായിരുന്നു ഐഡിയ. അതും അത്രയ്ക്ക് വർക്കായില്ല. പിന്നെയുള്ള മൂവി ദ ലാസ്റ്റ് എയർ ബെൻഡർ 2010. അതൊരു പോപ്പുലർ ആനിമേറ്റഡ് സീരീസിനെ ലൈവ് ആക്ഷൻ ആക്കി നോക്കിയതാണ്. ഫാൻസ് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. പ്രോബബ്ലി പുള്ളിയുടെ കരിയറിലെ ഏറ്റവും വലിയ ക്രിറ്റിസിസം അത് തന്നെയായിരിക്കും. ആഫ്റ്റർ എർത്ത് 2013. വിൽ സ്മിത്തും ജെയ്ഡൻ സ്മിത്തും പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിന് ശേഷം ഒന്നിച്ച് ഉണ്ടായ ആദ്യത്തെ പടമായിരുന്നു. സൈഫൈ സർവൈവൽ സ്റ്റോറിയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ഉണ്ടായിട്ടും ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെയുള്ള പടം ദ വിസിറ്റ്. ഒരു ഫൗണ്ട് ഫുട്ടേജ് ഹൊററാണ്. ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ അതൊരു സബ് ജോൺറാണ്. ഭയങ്കര റോ ആയിട്ട് ഒരു അൺഎഡിറ്റഡ് വീഡിയോ പോലെയാണ് കാണാം. ഒരു ഹാൻഡ് ഹെൽഡ് ക്യാമറ, സെക്യൂരിറ്റി സിസ്റ്റം, വെബ് ക്യാം, ആ ഒരു ജോൺറയാണ് ഫൗണ്ട് ഫുട്ടേജ്. ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യുന്ന കുട്ടികൾ. എക്സ്ട്രീംലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. അത് പുള്ളിയുടെ ഒരു കംബാക്കാണ്. അടുത്ത പടം സ്പ്ലിറ്റ് 2016. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ്. ഒരു ആക്ടർ തന്നെ ഒരു ഡസനോളം ക്യാരക്ടേഴ്സ് അഭിനയിക്കുക. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് പലരും പറയുന്നത്. പിന്നെ ക്ലൈമാക്സിലൊരു വീര് ട്വിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊരു സീക്രട്ട് ട്രിലോജി ഉണ്ടായിരുന്നു. അതായത് 2000 അൺബ്രേക്കബിൾ കണ്ടപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല. സ്പ്ലിറ്റ് ക്ലൈമാക്സിലാണ് മനസ്സിലായത് അൺബ്രേക്കബിളും സ്പ്ലിറ്റും സെയിം യൂണിവേഴ്സിലാണെന്ന്. പിന്നെ വന്നത് ഗ്ലാസ് 2019. ഈ അൺബ്രേക്കബിൾ ട്രിലോജിയിലെ ഫൈനൽ ചാപ്റ്റർ. 3 ക്യാരക്ടേഴ്സ് ഒരു യൂണിവേഴ്സ്. പേഴ്സണലി എനിക്ക് ഗ്ലാസ് അത്ര വർക്കായിട്ടില്ല, പക്ഷേ ആ ആംബിഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ 16 വർഷം വെയിറ്റ് ചെയ്തിട്ട് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം. പിന്നെ ആളുടെ അടുത്ത മൂവി ഓൾഡ് 2021. ഒരു ബീച്ച്. അവിടെ പോയവർ പെട്ടെന്ന് വയസ്സാവും. ക്ലാസിക് ശ്യാമളൻ കൺസെപ്റ്റ്. സംഹോ അത് വർക്ക് ചെയ്തു. പിന്നെ അടുത്ത മൂവി നോക്ക് അറ്റ് ദ ക്യാബിൻ 2023. ഡേ ബാറ്റിസ്റ്റയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസിലൊന്നായിരുന്നു. അപ്പോക്കലിപ്സിനെ തടയാൻ വേണ്ടിയിട്ടൊരു ഫാമിലി ഇമ്പോസിബിളായിട്ടൊരു ചോയ്സ് എടുക്കണം. സിമ്പിൾ പ്രിമൈസ്, സ്ട്രോങ് എക്സിക്യൂഷൻ. നെക്സ്റ്റ് മൂവി ട്രാപ്പ് 2024. ഒരു സീരിയൽ കില്ലർ ഒരു കൺസേർട്ടിൽ കൊടുങ്ങുന്നതിനെ കുറിച്ചാണ് ആ മൂവി. ജോഷ് ഹാർട്ട്നെറ്റിൻ്റെ ഒരു ബ്രില്യൻ കംബാക്ക് പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര വിയേർഡാണ്, പക്ഷേ എൻ്റർടൈനിങ് ആണ്. എൻ്റെ അടുത്ത് ഇതിനെ റാങ്ക് ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്പർ 5 വുഡ് ബി ദ വില്ലേജ്,
Number 4 would be Science. Number 3 would be Split. Number 2 would be The Unbreakable. And the number 1 is of course The Sixth Sense. സിക്സ് സെൻസും സയൻസും ഹിറ്റായതിനു ശേഷം ഹാരി പോട്ടർ സീരീസിലെ ചില മൂവീസ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളീനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. പുള്ളിയുടെ മൂവി ലിസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം പുള്ളി എക്സ്പെരിമെൻ്റ് മൂവീസ് എടുക്കാനാണ് നോക്കിയതെന്ന്. അതാണ് പലർക്കും വർക്കാവുന്നത്. പുള്ളി സേഫ് ഗെയിം കളിച്ചിട്ടില്ല. ട്വിസ്റ്റ് ഉണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് ടേൺസ് ഉണ്ട്. നോട്ട് ജസ്റ്റ് ദ മൂവീസ്, കരിയർ ഇറ്റ് സെൽഫ് ഫീൽസ് ലൈക്ക് എ ഷ്യാമളൻ മൂവി.